ഹലോ ഡിയാസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുക അല്ലേ? അപ്പോൾ ഒരു ഞായറാഴ്ച ദിവസം ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്കും കൂടി എത്തിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ വെറുതെ ഒന്ന് ഷൂട്ട് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് പൊതുവേ കുറച്ച് തിരക്കുള്ളൊരു ദിവസമാണ്. എന്നിരുന്നാലും നിങ്ങളെ കൂടെ കാണിക്കാൻ വേണ്ടി ഞാനൊന്ന് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. അതുപോലെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ദിവസം രാവിലെ മക്കൾ പോയി കഴിഞ്ഞ് ഞാൻ വേഗം ക്ലീനിങ്ങിന് ഇറങ്ങിയതാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, രാവിലെ തന്നെ ക്ലീനിങ് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമുക്ക് ആ പരിപാടി നടക്കൂല. കുക്കിങ്ങിന് കയറി കഴിഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാലും ഉച്ചയാവും അതുകൂടെ കഴിയുമ്പോൾ. കുഞ്ഞിനെയും കൂടി നോക്കി ഉറക്കി കഴിയുമ്പോഴത്തേക്കും എങ്ങനെയൊക്കെ പോയാലും 1 മണിയെങ്കിലും ആവും എൻ്റെ പണി കഴിയാറ് കേട്ടോ. ഞായറാഴ്ച ദിവസം, കാരണം ഇവിടെ ഞായറാഴ്ച എല്ലാ ദിവസവും എല്ലാവരും വീട്ടിലിരിക്കണ കൊണ്ടിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പണി തീരാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഞാൻ ക്ലീനിങ് അങ്ങ് ചെയ്തു വെച്ചു കേട്ടോ. മക്കൾ മദ്രസയിൽ പോയേക്കാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ക്ലീനിങ് ചെയ്തു വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ കുക്കിങ്ങിലേക്ക് കയറിയ പ്രശ്നമില്ല. നമുക്കാണെങ്കിൽ ഇന്നൊരു കല്യാണമുണ്ട്, അപ്പോൾ അതിന് പോകണം. ഉച്ച കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ കടയിലെ പെങ്ങൾ പെരുമ്പാവൂർ പട്ടിമറ്റത്താണ്. അപ്പോൾ നമുക്ക് അവിടെ വരെ പോകണം. അപ്പോൾ ഒരു 25-26 കിലോമീറ്റേഴ്സ് പോകാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോയി വരുമ്പോൾ അത്യാവശ്യം നല്ല ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം പണികൾ ചെയ്യുകയാണ്. രാവിലെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ കുക്കിംഗ് ചെയ്യുന്നത് കേട്ടോ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, നമ്മുടെ ഷോർട്സ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ അറിയാൻ പറ്റും. ഞങ്ങൾക്ക് ചെറിയൊരു ഹോസ്റ്റലുണ്ട്, വീടിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഹോസ്റ്റൽ. അപ്പോൾ ഈ ഹോസ്റ്റലിലെ കുട്ടികൾക്കുള്ള ഫുഡ് ഞായറാഴ്ച ദിവസം നമ്മളാണ് കൊടുക്കുന്നത്. അല്ലാത്ത ദിവസങ്ങളിൽ ഹോട്ടലിൽ നിന്ന് വെച്ച് വരാറുണ്ട്. പക്ഷേ ഞായറാഴ്ച ദിവസം നമ്മളാണ് ആ ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് രാവിലെ തന്നെ ഹോസ്റ്റലിലേക്കുള്ള ഉപ്പുമാവും അതുപോലെ ചായയും തയ്യാറാക്കണം. ഉച്ചക്കേക്കുള്ള മീൻകറി കടയിൽ നിന്ന് വെച്ച് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്കതൊന്ന് ചൂടാക്കിയാൽ മതി. കാരണം തലേ ദിവസം വൈകിട്ട് വെച്ച് വരുന്നതായതുകൊണ്ട് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അത് തിളപ്പിക്കാനുണ്ട്, ഉപ്പുമാവ് വെക്കാനുണ്ട്. 2-2.5 കിലോയുടെ ഉപ്പുമാവാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാറ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ രാവിലെ തന്നെ നമ്മുടെ വീട്ടിലേക്കുള്ള ബീഫ് കറി വെച്ചു. എന്താണെന്ന് വെച്ചാൽ രാവിലെ ഉപ്പുമാവിൻ്റെ ഒപ്പം ബീഫ് കറി ഉണ്ടെങ്കിൽ എല്ലാവരും കഴിക്കും. അല്ലെങ്കിൽ ഉപ്പുമാവ് ഭയങ്കര ബുദ്ധിമുട്ടാണ് വീട്ടിൽ കഴിക്കാൻ. കറി ഉണ്ടെങ്കിലും മക്കൾക്കാണെങ്കിലും ഇഷ്ടമാണ്, എല്ലാവരും കഴിച്ചോളും. അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ നമ്മുടെ ബീഫ് ഞാൻ സെറ്റാക്കി. അതിന് ശേഷം മീൻകറി തിളപ്പിക്കാനുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് തിളപ്പിച്ച് വെച്ചു. പിന്നെ നമ്മുടെ ഉപ്പുമാവും വെച്ചു കേട്ടോ. 2.5 കിലോ ഉപ്പുമാവുണ്ട്. അപ്പോൾ അതിൻ്റെ സവാള, ഇഞ്ചി, പച്ചമുളകൊക്കെ നന്നാക്കി ഞാനും ഉമ്മയും കൂടിയാണ് വയ്ക്കാറ്. ഇക്കാക്ക ഉണ്ടെങ്കിൽ കാക്കായും കൂടി നമ്മളെ ഹെൽപ്പ് ചെയ്ത് തരാറുണ്ട് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ വീട്ടിൽ വയ്ക്കാറ്. അപ്പോൾ അങ്ങനെ അത് ചെയ്തു. പിന്നെ മക്കൾക്ക് പോകാനുള്ള ഡ്രസ്സൊക്കെ എടുത്തു വെച്ചു. അല്ലെങ്കിൽ ഒരു 100 ഡ്രസ്സ് പെറുക്കിക്കൊണ്ടുവരും, ഇതിടണോ എന്ന് ചോദിച്ചിട്ടാ. അപ്പോൾ അന്നേരം കൊണ്ട് നമ്മൾ ഓൾറെഡി ഒരു ഡ്രസ്സ് അങ്ങ് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, ആ ഡ്രസ്സ് അവരിട്ടോളും. അങ്ങനെ മക്കളുടെ റൂമിൽ പോയി അത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് വന്നിട്ടാണ് വേഗം ഉപ്പുമാവ് ഉണ്ടാക്കാൻ നിന്നത് കേട്ടോ. അപ്പോൾ ഒരാളിങ്ങനെ തൂവി കൊടുക്കുമ്പോൾ ഒരാളെ ഇളക്കിയില്ലെങ്കിൽ റവ കട്ട പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉമ്മ റവ തൂവി തന്നപ്പോൾ ഞാൻ ഇളക്കി. പിന്നെ നമ്മളെ ഇളക്ക് അത്രയും അങ്ങോട്ട് പെർഫെക്ഷൻ ആവാത്തതുകൊണ്ട് ഉമ്മയും കൂടെ വന്ന് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഹോസ്റ്റലിലേക്കുള്ള ഫുഡ് നമ്മൾ ആ പാത്രത്തിലാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ അതിലിട്ട് സെറ്റാക്കി കൊടുക്കുകയാണ്. പിന്നെ ചായ നമ്മളിതുപോലെ കലത്തിലാണ് വയ്ക്കാറ്. ഒത്തിരി ചായ വേണമല്ലോ, 10-20 പേർക്ക് 30 പേർക്കുള്ള. ഇപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് ഒരു 20 പേരേ ഉണ്ടാവുള്ളൂ. സാധാരണ ദിവസങ്ങളിൽ 10-30-35 പേർക്കുള്ള ചായ ഉണ്ട്. അതിങ്ങനെ ഫ്ലാസ്കിലാക്കിയാണ് നമ്മൾ കൊടുക്കാറ്. അപ്പോൾ അത്രേ ഉള്ളൂ. സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.